എന്താണ് പൾമനറി എംബോളിസം? പൾമനറി എംബോളിസം മീൻസ് the blockage of the pulmonary artery by a thrombus, usually from DVT. DVT means deep vein thrombosis. Deep vein thrombosis മൂലം ഉണ്ടാകുന്ന ത്രോംബസുകൾ വന്നിട്ട് പൾമിനറി ആർട്ടറിയിൽ ഉണ്ടാക്കുന്ന ബ്ലോക്കേജിനെ വിളിക്കുന്ന പേരാണ് പൾമിനറി എംബോളിസം. പൾമിനറി എംബോളിസം മീൻസ് പൾമിനറി ആർട്ടറിയിൽ ഉണ്ടാക്കുന്ന ബ്ലോക്കേജ്. ആരാണ് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നത്? ബൈ എ ത്രോംബസ്, യൂഷ്വലി ബൈ ദ DVT. എന്തൊക്കെയാണ് അതിൻ്റെ കോസസ്? DVT ഒരു കാരണമാണ്. ഫാറ്റ് എംബോളിസം, എയർ എംബോളിസം ആൻഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ആണ് കോസസ് ഓഫ് പൾമിനറി എംബോളിസം എന്ന് പറയുന്നത്. DVT, ഫാറ്റ് എംബോളിസം, എയർ എംബോളിസം ആൻഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസംസ്. നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് ദി റിസ്ക് ഫാക്ടേഴ്സ്? എന്തൊക്കെ കുറച്ചുകൂടെ ഈ കണ്ടീഷനെ കുറച്ചുകൂടെ വേഴ്സ് ആക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇമ്മൊബിലൈസേഷൻ, ഒരേ കിടപ്പ് തന്നെ കിടക്കുകയാണെങ്കിൽ. സർജറി, ആഫ്റ്റർ ദ സർജറി നമ്മൾ എന്ത് ചെയ്യണോ? ഒരേ കിടപ്പ് തന്നെ കിടക്കുകയല്ല ചെയ്യുന്നത്. പ്രഗ്നൻസി, ക്യാൻസർ, സ്മോക്കിംഗ്, ഒബിസിറ്റി, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് പാത്തോഫിസിയോളജി. ക്ലോട്ട് ഫോർമേഷൻ ഓൺ ദ ലെങ്സ്. ലെങ്സിൽ എന്ത് ചെയ്തു? ഒരു ക്ലോട്ട് ഫോം ചെയ്തു. അങ്ങനെ ഒരു ക്ലോട്ട് ലെങ്സിൽ ഫോം ചെയ്തു. ക്ലോട്ട് ലെങ്സിൽ ഫോം ചെയ്തത് കാരണം എന്ത് സംഭവിച്ചു? വാസോ കൺസ്ട്രക്റ്റഡായി. ആ വെയിൻ കുറച്ചുകൂടെ കൺസ്ട്രക്റ്റ് ആയപ്പോഴത്തേക്കും ഇതുവഴി പോകുന്ന ബ്ലഡിൻ്റെ ഫ്ലോയ്ക്ക് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. ബ്ലഡ് ഫ്ലോ ഈസ് ഗെറ്റ് റെഡ്യൂസസ്. അപ്പോൾ ക്ലോട്ട് ഫോർമേഷൻ ചെയ്തു, അങ്ങനെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായി. ഒരു ക്ലോട്ട് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസ്ട്രക്ഷൻ ഉണ്ടാവത്തില്ല, ആ വെയിൻസിൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകും. അങ്ങനെ ബ്ലഡ് ഫ്ലോ എന്ത് സംഭവിച്ചു? ബ്ലോക്കേജ് സംഭവിച്ചു. ബ്ലഡ് ഫ്ലോയിൽ ബ്ലോക്കേജ് സംഭവിച്ചപ്പോഴത്തേക്കും V/Q മിസ്മാച്ച്. ബ്ലഡ് ഫ്ലോയിലാണ് എന്ത് സംഭവിച്ചത്? ബ്ലോക്കേജ് സംഭവിച്ചത്. V/Q എന്ന് വെച്ചാൽ എന്താ? വെന്റിലേഷനും അതേപോലെ തന്നെ പെർഫ്യൂഷനും, അതിനെ വിളിക്കുന്ന പേരാണ് V/Q. വെന്റിലേഷൻ ആൻഡ് പെർഫ്യൂഷൻ മിസ്മാച്ച്. V/Q വെന്റിലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓക്സിജനും പുറത്തേക്ക് പോകുന്ന ഓക്സിജനിലും എന്ത് സംഭവിക്കും? ഒരു മിസ്മാച്ച് ഉണ്ടാകും. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഹൈപ്പോക്സിയ ഉണ്ടാകും. അവിടെ വെച്ചും തീർന്നില്ല, ഹൈപ്പോക്സിയ ഉണ്ടാകും. ഹൈപ്പോക്സിയ ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ അപ്പം ഒരു മിസ്മാച്ച് ഉണ്ടായല്ലോ. അപ്പം അവിടെ നമ്മുടെ ഹാർട്ട് കുറച്ചുകൂടെ സ്ട്രെയിൻ എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു? ബ്ലഡിനെ പുഷ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിക്രീസസ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് ദെയർ ബൈ റിഡ്യൂസസ് ദ ഷോക്ക്. കാർഡിയാക് ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുകയും അങ്ങനെ നമുക്ക് എന്തുണ്ടാകുകയും ചെയ്യും? ഷോക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ V/Q മിസ്മാച്ച് ഉണ്ടാകും. ഇറ്റ് ലീഡ്സ് ടു ഹൈപ്പോക്സിയ ആൻഡ് റൈറ്റ് ഹേർട്ട് സ്ട്രെയിൻ ടു പുഷ് ദ ബ്ലഡ് ആൻഡ് ഡിക്രീസസ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് ദെയർ ബൈ കോസസ് ദ ഷോക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു V/Q നമുക്ക് ഇവിടെ വരെ നമ്മൾ എന്ത് ചെയ്യും? ഓർത്തിരിക്കും. ക്ലോട്ട് ഫോർമേഷൻ ഉണ്ട്, വാസോ കൺസ്ട്രക്ഷൻ ഉണ്ട്, ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? V/Q മിസ്മാച്ച്. V/Q മിസ്മാച്ച് ഉണ്ടാകുമ്പം ഹൈപ്പോക്സിയ ഉണ്ടാകും. ഹൈപ്പോക്സിയ കാരണം right heart will take more time to get pushing of the blood. That leads to cardiac output get decreases and causes a shock. Clinical manifestation ആണ് D-dimer. കണ്ടോ? D-dimer എന്താണ്? D-dimer എന്ന് വെച്ചാൽ എന്താണ്? ഇൻക്രീസ്ഡ് D-dimer ഇൻഡിക്കേറ്റ്സ് ദ ക്ലോട്ട് ഫോർമേഷൻ. ക്ലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? D-dimerൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. D-dimer ഈസ് ഗെറ്റ് ഇൻക്രീസസ് ഡ്യൂറിങ് ദ ക്ലോട്ട് ഫോർമേഷൻ. ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ D-dimerൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതൽ. ഓർത്തോളം എന്താണ്? D-dimer. അതിനെന്താണ്? CT പൾമനറി ആൻജിയോഗ്രാഫി മീൻസ് എന്താണ്? എന്തെങ്കിലും ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം CT പൾമനറി ആൻജിയോഗ്രാഫി, ക്ലോട്ട് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രാഫി ചെയ്യുന്നത്. V/Q സ്കാൻ എന്തിനാണ് ചെയ്യുന്നത്? എവിടെ എന്തുണ്ടാകും? മിസ്മാച്ച് ഉണ്ടാകും. ആ മിസ്മാച്ച് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് V/Q സ്കാൻ. ABG അനാലിസിസ് ചെയ്യും. എന്തുണ്ടെങ്കിൽ ഹൈപ്പോക്സിയ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. മാനേജ്മെൻറ്റിനകത്ത് എഴുതാം ആൻറ്റി കൊയാഗുലൻ്റ് കൊടുക്കും പേഷ്യൻ്റ്. സർജറി ഈസ് എംബ്രിയോളക്ടമിയാണ്. എംബോളയാണ്. അപ്പോൾ എംബ്രിയോളക്ടമി, ആ എംബ്രിയോള എന്ത് ചെയ്യുക? അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. എംബ്രിയോളക്ടമിയാണ് സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.